ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ കുറേ ദിവസങ്ങളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചേച്ചി വീഡിയോസ് ഒന്നും കാണാത്തത്. അപ്പോൾ നമ്മൾ ഒരു മാസമായിട്ട് ഈ ദുരന്ത വാർത്തകളൊക്കെ കേട്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ്. അർജുൻ്റെ തിരോധനം, അതിനു പുറമെ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ, എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മൂഡില്ലായിരുന്നു. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഇനിയും ഇതേപോലെ ദുരന്തങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ. അപ്പോൾ ഈ ദുരന്തത്തിലൊക്കെ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഞാനൊരു ചെറിയൊരു റെസിപ്പി ഷെയർ ചെയ്യുകയാണ്. കുറേ ദിവസമായി ഈ വീഡിയോസൊക്കെ എടുത്തിട്ട്, പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനെന്നൊരു മനസ്സിലായിരുന്നു. അപ്പോൾ ഇന്ന് മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസൊക്കെ എന്തൊക്കെയാണെന്ന് വഴിയെ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇതേപോലെ ബട്ടൺ മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ 4 പീസാക്കിയതിന് ശേഷം പിന്നെ ചൂടുവെള്ളത്തിൽ നമുക്ക് കുറച്ച് സമയം ഇട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്യല്ല, വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാള ചെറുതായൊന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഞാൻ പച്ചമുളകും ടൊമാറ്റോയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നന്നായൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് സ്ക്വയർ പീസസ് ആക്കിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ചെന്നങ്ങ് വഴന്നോളും. അപ്പോൾ അതും കൂടിയിട്ട് നന്നായൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി മസാലകൾ കൂടി ചേർക്കാനുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ മസാലകളൊക്കെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. നന്നായി ഓയിലൊക്കെ റിലീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടി മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായി മൂടി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ മഷ്റൂം നന്നായി വെള്ളമൊക്കെ അരിച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചൂടുവെള്ളമൊക്കെ അരിച്ചതിന് ശേഷം മഷ്റൂം കണ്ടിൽ കുറച്ചൊന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊക്കെ പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ, അതും കൂടി നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നന്നായി ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. കണ്ടില്ലേ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിലേക്ക്. അപ്പോൾ മഷ്റൂം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം കുറച്ച് സമയം കൂടി മൂടി വെച്ച് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മഷ്റൂം മസാല നമുക്ക് ഗീ റൈസിൻ്റെ കൂടെയും അതേപോലെ ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ടൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അത് നല്ല സ്പൈസി ആയിരിക്കും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മഷ്റൂം മസാല നന്നായി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റ് ഞാൻ കുറച്ചുകൂടി കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ മല്ലിയില വെച്ചൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതായ പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ ഗീ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാനാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഹോൾ മസാല ഇട്ട് കൊടുക്കുന്നു. പട്ട, ഗ്രാമ്പൂ, പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഹോൾ മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു ചെറിയ പീസ് ക്യാരറ്റും കൂടി ചെറിയ പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച്
സോയാ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വെള്ളം നന്നായി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെള്ളം അരിച്ച് വെച്ച ബാസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇരട്ടി എന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് അരിയാണെങ്കിൽ ഒരു 3.5 ഗ്ലാസ്, ഇരട്ടിയിലും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്തിപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടുണ്ട്. ബീൻസ്, ക്യാരറ്റ്, പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു ചക്രപ്പൂലാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അരി കുറച്ച് റോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഏത് അളവ് പാത്രത്തിലാണോ അരി എടുത്തത് അതിൻ്റെ 1.5 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പാത്രത്തിന് 2 പാട്ട അരി എടുത്തിരുന്നു. അതിന് ഞാൻ 3.5 പാട്ട വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പ്യുവർ ഘീയിൽ വേണമെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുക്കർ അടച്ചിട്ട് ഒറ്റൊരു വിസിലിന് ഇത് വേവിച്ചെടുക്കാം. വിസിൽ വന്നതിന് ശേഷം പ്രഷർ മുഴുവൻ റിലീസാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഓവർ കുക്കായി പോകും. അപ്പോൾ ഇതിപ്പോൾ പ്രഷറൊക്കെ റിലീസായിട്ടുണ്ട്. കണ്ടില്ലേ, പുലാവ് റെഡി ആയിട്ടുണ്ട്. ഒന്നിനോടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അല്പം ചൂടൊന്ന് ആറിയതിന് ശേഷം ഇത് ഫോർക്ക് കൊണ്ടൊന്ന് ചെള്ളിയിട്ട് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. മുകളിൽ കുറച്ചുകൂടി മല്ലിയില വിതറി കൊടുക്കാം. അതുകൊണ്ട് നല്ല പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനാണ്. നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം ഡബിൾ ഒഴിച്ച് കൊടുക്കരുത്, കുറച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നാൽ നല്ല പെർഫെക്റ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് മഷ്റൂം മസാലയും കൂടി സൈഡിൽ വെച്ച് കൊടുക്കാം. പിന്നെ സലാഡ്, അച്ചാർ, പപ്പടി ഇതൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പയർ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം. ഇനി റെഗുലറായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ലഞ്ച് തുടങ്ങി. ബൈ. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്.